പിന്നെ ഇട്ടാ മതില്ലേ ചേട്ടാ? ഇട്ടാ മതി. എന്താ ചാർലി? എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വയോട്ടാ. ഇന്നിപ്പോ ഉണ്ടല്ലോ ഷായിട്ട് മറ്റേ പറമ്പില് നമ്മുടെ എന്താ പറയാ പച്ചക്കറികൾ കുറച്ച് പന്തലൊക്കെ ഇടാറായിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുളയ്ക്കും കുഴിച്ചിടാനുള്ള കുഴിയൊക്കെ ഷായിട്ടും കുത്തി അവിടെ റെഡി ആക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഈ മുളയ്ക്ക് അങ്ങോട്ട് എത്തിക്കണം. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ മുള പറയാൻ മാത്രം വലിയ വെയിറ്റ് എന്ന് പറയാനില്ല കേട്ടാ. ഇട്ടാ മതില്ലേ ചേട്ടാ? ഇട്ടാ മതി. വരുമ്പോഴേക്കും 4 കഴിഞ്ഞു. നമ്മുടെ ഈ മുളയുണ്ടല്ലോ നല്ല നീളണ്ടിട്ടാ. ഒരു 8 അടി നീളണ്ട് ഈ മുളയ്ക്ക് എന്ന് പറഞ്ഞാല് 70 രൂപ ഒരെണ്ണത്തിന് വില. 8 അടി നീളം. നമ്മള് ആദ്യം കുറെ നാളും കുറച്ച് കൊല്ലങ്ങളൊക്കെ മുന്നേ നമ്മള് കമ്പി കൊണ്ട് വെറുതെ കാലം കുറഞ്ഞ കമ്പി കൊണ്ട് 4 കാലാക്കിയിട്ട് അങ്ങനത്തെ ഒരു പന്തലായിരുന്നു. ഇപ്പോഴതുണ്ട്. പക്ഷെ മുളയുടെ കാലാകുമ്പോ അതിന്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഈട് നിക്കില്ലല്ലോ ചേട്ടാ. എന്നാലും നമുക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞാ ഇക്കൊല്ലനെ 1, 2, 3 പ്രാവശ്യമൊക്കെ ആക്കാൻ പറ്റും. പന്തലൊക്കെ മാറ്റി കുത്തിയും ഒക്കെ ആയിട്ട്. പിന്നെ ഇത് ശരിക്കും എടുത്തേക്കാണെങ്കിൽ മഴയൊക്കെ കൊള്ളാണ്ട് എടുത്തേക്കാണെങ്കിൽ അടുത്ത പോലെ ഉപയോഗിക്കാൻ സുഖമായിട്ട്. നമ്മുടെ ഇതൊക്കെ പഴയതാ. ഒരു 3 കൊല്ലമായിട്ടുള്ളതാ. 3 കൊല്ലം നിൽക്കണണ്ട. കടയ്ക്ക് പോവും. ഇടയ്ക്ക് ഓരോ പ്രാവശ്യം കട പോവും. ചെറുതായി വന്നു. ഇത് 9 അടിക്ക് നടന്നതാ. ഇപ്പൊ ചെറുതായി. ബാക്കിയുള്ളത് കൊടുത്തോണ്ടിട്ട് ചേട്ടാ. ബാക്കിയുള്ളത് അവിടെ കിട്ടാൻ മതിയില്ലേ? ഓരോന്നിന്റെ മാറി അവിടെ കിട്ടാൻ മതി. അപ്പൊ നമ്മുടെ മുളയൊക്കെ കൊണ്ടിട്ടില്ല കഴിഞ്ഞു. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിലേ ഷായട്ടിന് ഇപ്പൊ ഈ മുളയുടെ ഇതൊക്കെ കുഴിച്ചിട്ട് കഴിയുമ്പോഴേക്കും മതി എന്റെ ആവശ്യം. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് അവിടെ കുറച്ച് എന്താ പറയാ ചവറൊക്കെ അടിച്ചു കൂട്ടാണ്ട്. അപ്പൊ ഇനി അതിന് പോവാ ഞാൻ. ഈ ഒരു ചവറ് കൊഴിഞ്ഞ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ റംബൂട്ടാൻ നിൽക്കുന്ന സ്ഥലമാട്ടാ. നന്നായിട്ട് ചവറ് കൊഴിഞ്ഞിട്ട്. അപ്പൊ കുറെ ദിവസം ഈ ഭാഗം ഒന്ന് വൃത്തിയാക്കണം വെച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും ഷായട്ടിന്റെ അവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ മുളയ്ക്കും കുഴിച്ചിട്ട് ആറാകുമ്പോഴേക്കും മതി. എനിക്ക് അങ്ങോട്ട് ചെന്നിട്ട് പന്തലിടാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോവാൻ വേണ്ടോ. അപ്പൊ അത് വൃത്തിയാക്കട്ടെ. പിന്നെ അത് മാത്രല്ല കേട്ടോ, നമ്മുടെ അല്ല് നോക്കിയേ മതിൽ കയറി ഇരിപ്പുണ്ട്. തലയിടിച്ചേനെ. ഇവിടെ ഒരു കമ്പി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ പെട്ടെന്ന്. അപ്പൊ നമ്മുടെ നോക്കിയേ ചവറടിക്കലൊക്കെ ഒരു കഴിഞ്ഞു. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിലേ നമ്മള് ആവശ്യത്തിനനുസരിച്ച് ഇവിടുന്ന് വാരിക്കൊണ്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ നമ്മുടെ എന്തൊക്കെയെങ്കിലും പച്ചക്കറികൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കടക്കിലേക്ക് ഇട്ടിട്ട് കൊടുക്കുള്ളൂ കേട്ടാ. അപ്പൊ അല്ലു ഇനി നമുക്ക് ഷായിട്ട് അടുത്തേക്ക് പോവാ. ഷായിട്ടിലെ പന്തലിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. നീ വരുന്നുണ്ടോ? നീ വരുന്നുണ്ടാ? പാലൊക്കെ കുടിച്ച് സുന്ദരിയായിട്ടിരിക്കുന്നേ. ഷായിന്റെ അടുത്തേക്ക് പോവാ നമുക്ക്. അയ്യോ അതിന് മുന്നേ കിണറിന്റെ വലയിൽ കുറെ ചവറ് നടന്നിട്ടുണ്ട്.
കുറെ അല്ല, എന്നും കഴിയും. അപ്പൊ അതൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞ് ഇട്ടതിന് ശേഷം ഷൈഡ് എടുത്തിക്കുക. നമുക്കിവിടെ ഒരു തെങ്ങും അതേപോലെ തന്നെ ഒരു മാവുണ്ട്. ഇതിന്റെ തെങ്ങുമത്തെ ആ പൂക്കലയുടെ പൂവും അതേപോലെ മാവിന്റെ ഇലയാണ് ഇതിലേക്ക് കൊഴിയ. എന്താ ചാർലി? ഇതോടൊപ്പം തന്നെ നമ്മുടെ വെള്ളം ഒന്ന് കുലുക്കിടും. നല്ല തണവാട്ടാ നമ്മുടെ ഈ കിണറ്റിലത്തെ വെള്ളം. കാരണം നമ്മുടെ ഈ കിണറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു 4 കോല് കഴിഞ്ഞപ്പോ തൊട്ട് പാറയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വെടിവെച്ചാണ് നന്നായിട്ട് ഇങ്ങനെ ഒരു 9 കോല് 10 കോലിന്റെ അടുത്തേക്ക് പിന്നെ പാറയായിരുന്നു. ഇങ്ങനെ പാറ വെടിവെച്ചിട്ടാ. അപ്പൊ നല്ല തണുത്ത വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടാ. എന്തായാലും നല്ല ദാഹമുണ്ട്. നമ്മളൊക്കെ പണ്ട് ഇങ്ങനെ തന്നെയല്ലേ, കിണറ്റിന്ന് വെള്ളം കോരി അപ്പൊ തന്നെ കുടിക്കാം. ഇനി ഇപ്പൊ എന്തായാലും എനിക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ടാവും. പക്ഷെ എന്റെ ഒരുവിധം മുളയ്ക്കും കുഴിച്ചുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോട്ടെ നമുക്ക്. അയ്യോട്ടാ, കൃത്യസമയത്ത് ഞാൻ എത്തിയിട്ടാ. ഷേഡിന്റെ കാലൊക്കെ കുഴിച്ചിട്ടു. ഷേഡിനെ മറ്റേ ഇടയിൽ ഇങ്ങനെ കെട്ടി കൊടുക്കാനുള്ള കയറുകളൊക്കെ ഇതാ മുറിച്ചു തുടങ്ങി. തന്നെ പറ്റില്ല, കാരണം ഒരു ഇങ്ങനെ പിടിച്ച് കെട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണേ. നമ്മളാണെങ്കിലോ ഈ നമ്മുടെ കുക്കമ്പറിനാണ് നമ്മളിത് കെട്ടി കൊടുക്കണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഈ കൊള്ളിയുടെ കനുള്ള തറികൾ നോക്കിട്ടാട്ടാ കുത്തി കൊടുക്കണേ. അധികം നാള് നിക്കില്ലല്ലോ, ആവശ്യമില്ലല്ലോ. അപ്പോഴേക്ക് അടുത്തത് കുത്തി കൊടുക്കല്ലേ, കെട്ടി കൊടുക്കണേ. കെട്ടി കൊടുക്കണത് ചെറിയ പന്തല വേണ്ടവർക്ക്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ കണ്ടത് നിലത്ത് പടർന്നു തുടങ്ങി. നമ്മള് ഈ പറമ്പിൽ, നമ്മുടെ വീട്ടിലത്തെ പറമ്പിൽ നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ വെച്ച് ആക്കി വരണുള്ളൂ. ഇത് പിന്നെ അധികം ഹൈറ്റില് കെട്ടണില്ല കേട്ടോ ഞങ്ങള്. അതന്നെ, കുക്കമ്പർ ആയതുകൊണ്ട്. ഒരെണ്ണം കെട്ടി കഴിഞ്ഞാ പിന്നെ ഒറ്റയ്ക്ക് കെട്ടാവുന്നുള്ളൂ. അതന്നെ, സുഖാണ്. ശരി. ഇന്നിപ്പോ കയ്പ്പയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ പക്ഷേടാ പടവല, പീച്ചിങ്ങ, അങ്ങനെ ഇന്ന് എന്തായാലും ഒരു 3-4 പന്തലിടണം.
ഇപ്പൊ വേണ്ട സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു പന്തലിടുന്നതിന്റെ തോന്നുന്നുണ്ട്, അത് നമ്മുടെ കമ്പി പന്തലായിരുന്നു. അതിന്റെ മുകളിൽ കമ്പി പന്തലാകുമ്പോ പിന്നെ നേരെ കൊണ്ടേക്ക് അതിന്റെ മുകളിൽ വടി വെച്ചാൽ മതി. ഇത് പക്ഷെ സുഖമാണ് കേട്ടോ പന്തലൊക്കെ ഇടാനായിട്ട്. ഇതിന് 4 കാല് കൂച്ചിടുന്നത് മാത്രമാണ് നല്ല ഉറപ്പിൽ നിൽക്കണ്ടാവും. പിന്നെയുള്ളതൊക്കെ നമുക്ക് സാധാ കയറ് കെട്ടി സ്പീഡിൽ ചെയ്യാൻ പറ്റും. കണ്ട നമ്മുടെ കുക്കമ്പറേ പന്തലിടെ നേരം വൈകിയ കാരണേ നിലത്തേക്കും പടർന്നു. ഇവരെ വേഗം നമ്മള് ഈ പന്തലിലേക്ക് കയറ്റി കൊടുക്കൂട്ടാ. അപ്പൊ നോക്കി നല്ല ഭംഗിയില്ലേ നമ്മുടെ പന്തല്. വെറും കൊള്ളിത്തറി കൊണ്ട് കഴിഞ്ഞ വട്ടം ഞാൻ കാട്ടി തന്നില്ലേ ലക്ഷായിട്ടാ. കുറച്ച് നേരം വേണ്ടത് ശരിക്കും ഇതാക്കാൻ. അങ്ങനെ നിസ്സാര ടൈം മതിയിട്ടാ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റൂട്ടെ ഇങ്ങനെ പന്തലിടുമ്പോ. ഇപ്പൊ നോക്കി ഞാൻ കെട്ടിയിട്ടുള്ളത് കണ്ട, അതിലും ഇതിലൊക്കെ കോർത്ത് കെട്ടി നല്ല ഉറപ്പിൽ നിൽക്കും. ഷായിട്ടിനായിരുന്നു നോക്കി കെട്ടുമ്പോ വേണ്ട 2 കൊള്ളിത്തറിയുടെ ഇടയിൽ കൂടെ കോർത്ത് കെട്ടിയാൽ മതി. ചെറിയൊരു ഇതിൽ ഇങ്ങനെ നിൽക്കല്ല വേണ്ടോ, ലോഡൊന്നും ഇല്ലല്ലോ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഷായിട്ടിനെ സംബന്ധിച്ച് എന്താ പറയാ, ഇങ്ങനെയൊക്കെ ഓരോ പണികൾ വേണം. രാവിലെ എനിക്കൊരു ആദ്യം ആലോചിക്കും ഇന്ന് നമുക്ക് പറമ്പിൽ എന്താ ചെയ്യാല്ലേ എന്നുള്ള ആലോചിച്ചിട്ടാലേ ഷായിട്ടാ. ഇതില്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ പണികളൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ല. അതായത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം, അത്ര തന്നെ. അത് വെച്ചിട്ട് നമ്മള് എപ്പോഴും പണിയല്ല കേട്ടാ. പുറമേക്ക് ഒക്കെ പോട്ടെ ഞങ്ങള്. എല്ലാവരും ചോദിക്കണ്ടേ സ്മിത നിങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ലേ, ഞങ്ങളൊക്കെ പുറത്തേക്ക് പോകും. ഞങ്ങള് ആഴ്ചയില് 2-3 പ്രാവശ്യം ഒരു 5-6 മണിക്കൂർ യാത്രകളാ എപ്പോഴും. നമ്മുടെ കടയിലേക്കും ഒക്കെ ആയിട്ട് അങ്ങനെ പോകേണ്ടി വരാറുണ്ട്. പുറത്തേക്കൊക്കെ പോട്ടാ. യാത്ര ഭയങ്കര തന്നെയാ. യാത്ര കണ്ടവാനുണ്ട് എപ്പോഴും, അതൊന്നും കാണിക്കുന്നില്ല എന്നുള്ളോ. പന്തലൊക്കെ നോക്കി നമ്മുടെ ഇടല് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിലേ ഇവര് പന്തലിടെ നമ്മള് നേരെ വൈകിയ കാരണം ഇവരെ പതുക്കെ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാണ്. കയറ്റി കൊടുക്കുമ്പോ നന്നായി ശ്രദ്ധിക്കണം കേട്ടാ. ഇങ്ങനെ പടർന്നതിന് ശേഷം നമ്മൾ കയറ്റി വയ്ക്കുമ്പോഴേ ചെറിയൊരു ഇതുണ്ടായാൽ മതി, അപ്പൊടി ഇവര് ഇതാ വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രല്ല, നമ്മള് ഈ കുക്കമ്പർ ഉണ്ടായി തുടങ്ങിയതിന് ശേഷം നമ്മൾ പന്തലിട്ട് തുടങ്ങി നോക്കണേ. കണ്ടാ ഇതേ ഇത് നോക്കിയേ. അങ്ങനെ ഒരു 4 പേര് കായായി വന്നു. അതിനുശേഷം പന്തലിട്ടോടെ. ഇനി അത് മാത്രല്ല, ഇതിന്റെ ഓരോ എക്കിലും ചെറിയ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ നമുക്ക് ഒരു കമന്റ് വന്നിട്ടാ, ചക്ക കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പോഴും വീട്ടില് ചക്ക ഉണ്ടാ? അത് മുന്നത്തെ വീഡിയോ ആണോ? ഇതാണ് അവർക്ക് സംശയമായിരുന്നത്. മുന്നത്തെ വീഡിയോ അല്ല, നമ്മുടെ വീട്ടിൽ ഇപ്പോഴും ചക്കയുണ്ട്. ഞാനിപ്പോ ഈ അടുത്ത് കാട്ടിയ എല്ലാ വീഡിയോയിലും നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഉണ്ടായി നിൽക്കുന്ന ചക്ക തന്നെയായിട്ട് ഇടുന്നത് കാട്ടിയത്. ഇപ്പൊ ഇതുമ്പോ നമ്മൾ 3 വട്ടം ഇടല് കഴിഞ്ഞ് എന്നിട്ട് നോക്കിയാ കണ്ട ചക്ക. ഭയങ്കര പ്രത്യേകതയായിട്ടാ ഈ ഒരു പ്ലാവ്. ഇതാണ് നമ്മുടെ പടവലം. ഈ പടവലത്തിനാണ് നമ്മൾ പന്തലിടാൻ പോണത് ഇവിടെ. അപ്പൊ പന്തലിട്ട് കഴിയുമ്പോ ഇതിന്റെ താഴെ ചീരയും മുളകൊക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടാ. അതൊക്കെ പന്തലിന്റെ അടിയിൽ നിൽക്കും. അപ്പൊ നമുക്ക് ഇവിടെ പന്തലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കൊള്ളിത്തറി കൊള്ളി പറിക്കണം. അപ്പൊ ഈ കൊള്ളിത്തറിയുടെ വലിപ്പം നോക്കിയേ, നല്ല വെയിറ്റ്. എനിക്ക് തന്നെ പൊന്തില്ല കേട്ടോ. ഇത് പറിക്കാൻ ഷായിട്ടിനെ കൊണ്ട് തന്നെ പറ്റും ചെയ്യുള്ളൂ. നല്ല നീളുണ്ട് തറിക്ക്. അതേപോലെ തറി നല്ല കനാണ്. നമുക്കിങ്ങനെ പിടിച്ചാലേ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ എന്തെങ്കിലും ആ റിസ്ക് എടുക്കണില്ല. അത് മാത്രല്ല കേട്ടോ, ഇവിടുത്തെ തുറപ്പന്മാരൊക്കെ തിന്നും പോയിട്ടുണ്ട്. ഇത് പറിച്ചു കഴിഞ്ഞാൽ എന്തോരം കൊള്ളി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇത് പറിച്ചിവിടെ നീക്കാണ്. അപ്പൊ ഇന്നലെ ഇതേപോലെ നമ്മൾ വേറൊരു കൊള്ളി ഇതേപോലത്തെ പറിച്ചു വിട്ടാ. നന്നായിട്ട് കൊള്ളി ഉണ്ടായിരുന്നതില്. അത് കാട്ടിയട്ടെ അതിന്റെ തറിയുടെ വണ്ണം. ഈ കൊള്ളിത്തറിയുടെ വണ്ണം നോക്കിയേ. കൊള്ളിയുടെ പോലെ ഈ കൊള്ളിത്തറിയുടെ വണ്ണം അതേപോലെ നീളം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കണ്ടോ, എനിക്ക് അനക്കാൻ കൂടി പറ്റണില്ല. ഈ തെങ്ങിന്റെ നാശമായി പോയ തെങ്ങാതിന്റെ ഇടയിലായിരിക്കണേ. കണ്ട അതേ നീളാണ്. അപ്പൊ ഇതിൽ നന്നായിട്ടുണ്ടായിരുന്നു കൊള്ളി. അതിലും കൊള്ളി നന്നായിട്ടുണ്ടാവും. പക്ഷെ തോൽപ്പന്മാര് തിന്നുണ്ട്. അത് ഞാൻ കാട്ടിത്തരാട്ടാ. ഇതിനെ വെട്ടിയിട്ട് നമുക്ക് പന്തലിടാനായിട്ട് ഉപയോഗിക്കത്. ആദ്യം ഞങ്ങൾക്ക് അതറിയില്ലായിരുന്നു. കൊള്ളിത്തറി കൊണ്ട് പന്തലിടാനുള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്. ഓ തൊരപ്പൻ
ഓ നല്ല നീളണ്ട് പറ്റിയേ എന്തൊരു വലുപ്പാ നീളം നോക്ക് എവിടെ തുരപ്പന്റെ തൊട്ടിട്ട് എടുക്ക് കണ്ട അതിലെ തുരപ്പം നിന്നിട്ടുള്ളത് കേട്ടാ വേറെ പൊട്ടിയിരിക്കുന്നുണ്ട് വലിയത് ഇതിന്റെ ഇടയിലല്ലേ ആ കണ്ട നല്ല വലുതായിട്ട് ഒരെണ്ണം മണ്ണിന്റെ ഉള്ളിലാ അത് കൈക്കോട്ട് വേണ്ടിട്ട് തോന്നിട്ട് പിന്നെ ഇപ്പഴത്തെ ഒരെണ്ണം നോക്കി തുറപ്പം കണ്ടാ അവർക്ക് പിന്നെ വേണ്ടല്ലേ ഈ തറി എന്ന് പറഞ്ഞാലേ നമ്മള് ഒരു ഇതേമരത്തെ ഒരു ചെടിക്ക് കുത്തി കൊടുത്തിട്ടുള്ളത് കണ്ട നമ്മള് വഴുതിനേക്ക് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടുണ്ടായതാണത് അതാണ് ഈ മതിലും ഇങ്ങനെ നോക്കി വന്ന കൈക്കോട്ട് വേണ്ട കേട്ടോ ഷൈട്ടാ എടുക്കാൻ കിട്ടില്ലല്ലോ വലിയ പുള്ളിയാ നല്ല വലിപ്പം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വേറെ ചെറുത് പൊട്ടിയിട്ടുണ്ടായിരുന്നു പൊട്ടിട്ട് കൊള്ളിത്തറി നമുക്ക് പിന്നെ ഒരിക്കലും നമുക്ക് കൊള്ളി പറിക്കുമ്പോ മോശമാവാറില്ല ഏട്ടാ ഇതിപ്പോ നമ്മുടെ വീട്ടിലത്തെ പറമ്പിലത്തെ കൊള്ളിയായിട്ടാ അവിടത്തെ പറമ്പിലത്തെ പിന്നെ എല്ലാം ഒരേ പോലെയാ വലിയ കൊള്ളികളായിരിക്കും ഇവിടത്തെയും മോശം ഉണ്ടാവാറില്ല ചേട്ടാ നല്ല കൊള്ളികൾ തന്നെ വീട്ടിലത്തെ നമുക്ക് അത് നല്ല വണ്ണത്തിൽ കണ്ടിട്ടേ ഇത് കാണുമ്പോ ഒന്നല്ലാത്തപ്പോൾ തോന്നുന്നു അതൊരു തോന്നല് മാത്രം അതന്നെ കണ്ടാ കൈ പിടിക്കുമ്പോ നോക്കി ഇതൊക്കെ കണ്ട നല്ല കൊള്ളികളായിട്ടാ സൂപ്പർ സാധന ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ കൊള്ളി കൊണ്ടുള്ള ഒരു കൊള്ളിപ്പുട്ടാട്ടോ കൊള്ളി കൊണ്ടുള്ളതല്ല കൊള്ളിപ്പുട്ടാണ് നമ്മൾ വെക്കണേ ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടാ അപ്പൊ ആദ്യം ചേച്ചിമാരോടാട്ടാ ഹായ് പറയണേ ഫാത്തിമ റഹ്മാൻ ഹായ് ഫാത്തിമേച്ചി പ്രസീത മധു ഹായ് പ്രസീതേച്ചി ലളിത ശശി ഹായ് ലളിതേച്ചി അനിത കെ ഹായ് അനിതേച്ചി ജസീല ലത്തീഫ് ഹായ് ജസീലേച്ചി ഇനി അനിത്യമാരോടാട്ടാ ഹായ് പറയണേ ബിന്ദു സോമൻ ഹായ് ബിന്ദു ജോളി ഡേവിസ് ഹായ് ജോളി അനിത പ്രവീൺ ഹായ് അനിത ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാട്ടാ വായോട്ടാ ഇന്ന് ഞാനുണ്ടല്ലോ കൊള്ളിപ്പുട്ടും അതേപോലെ തന്നെ ഒരു ബീഫ് കറി ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ നോക്കി നമ്മള് കൊള്ളിയൊക്കെ നന്നാക്കി ഇതിൻ്റെ ഉള്ളിലത്തെ ഞാരുണ്ടല്ലോ അതൊക്കെ കളഞ്ഞത് ആ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് നോക്കിയേ ഇതേപോലെ ഇങ്ങനെ ചെറുകണ സംഭവം ഉണ്ടല്ലോ അതിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഞാനിതാ ഇവിടെ ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ട് ഇതിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് ചെറുക്കി എടുക്കാം കേട്ടാ അപ്പൊ ഞാനൊരു മീഡിയം വലിപ്പമുള്ളതിലാണ് ആക്കണത് നോക്കിയേ ഇതേപോലെ കിട്ടും നോക്കണ്ട അപ്പൊ ഇതെല്ലാം ഇതേപോലെ തന്നെ ചെറുകിയെടുക്കട്ടെ കേട്ടാ നോക്കിയേ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ലൊരു പാത്രം കേട്ടത് പാത്രമല്ല ഈ ചെരുക കാരണം
നമുക്ക് കണ്ടപ്പോ ഇത്രയും കൂടുതലായതിനു ശേഷം ഇതിലേക്ക് ഇട്ടാൽ മതി. പുറത്തേക്ക് ഒന്നും പോവാണ്ട് ഇതിന്റെ ഉള്ളിൽ എല്ലാം ടൈറ്റ് ആയിട്ട് ഇരുന്നോളൂ. അപ്പൊ നോക്കിയേ, നമ്മുടെ കൊള്ളിതാ നമ്മളിങ്ങനെ ചെരുക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടെ. നമുക്ക് ആവശ്യത്തിന് തോന്നണ ഒരു അത്രയായിട്ട്. അപ്പൊ നമ്മളൊരു 1/2 ടീസ്പൂണിന്റെ അടുത്തേക്കാട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ കൈ കൊണ്ട് നന്നായിട്ട് ഇതാ എല്ലായിടത്തേക്കും ഉപ്പിന്റെ ഒരു അംശം ചെല്ലണ പോലെ ഒന്ന് ആക്കിയിട്ട് വെക്കാട്ടാ. ഉപ്പ് എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ നമ്മളിതാ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഒരു 1/2 മണിക്കൂർ നേരം നമുക്ക് വെക്കാട്ടാ. ഈ സമയം കൊണ്ടുണ്ടല്ലോ നമ്മുടെ ബീഫിലേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. നമുക്കുണ്ടല്ലോ ഇതാ ബീഫ് റെഡിയാക്കാൻ വേണ്ടി ഇതാ തീ കത്തിച്ച് നമ്മളൊരു കുക്കർ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടാ. ഈ കുക്കർ ഒന്ന് ചൂടാവട്ടെ. കുക്കർ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഇതൊരു 6 ടീസ്പൂണിന്റെ അവിടേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ഇതാ ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മള് ഒരു ഇത്തിരി ഉള്ള കേട്ടാ ഒരു 12 മണിയുടെ അവിടേക്കുണ്ടാവും നമ്മുടെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് ചെറുതായിട്ട് എന്താ പൊട്ടി തുടങ്ങി. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് നോക്കിയ പെരിഞ്ചീരക കേട്ടാ, അതൊരു 1/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് 2 ഗ്രാമ്പു, അതേപോലത്തെ ചെറിയൊരു 3-4 ചെറിയതേ കാരണം കേട്ടാ 3-4 കഷ്ണം കണ്ട നമ്മുടെ കറുകപ്പട്ട. ഇതെല്ലാം എന്താ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് നോക്കി 2 മീഡിയം വലിപ്പമുള്ള സബോള കേട്ടാ, കനം കുറച്ചരിഞ്ഞത് അതിട്ട് കൊടുക്കും. നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവണ വരെ തന്നെ നമുക്ക് ഇതാക്കി എടുക്കണം കേട്ടാ. ഉലുവയ്ക്ക് ഇടുമ്പോഴേ ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടാ. നോക്കി നോക്കിയോളൂ കേട്ടാ. അധികം ആവരുത്. ആ പറഞ്ഞ പോലെ തന്നെ ഒരു 10-12 മണി. നമ്മുടെ സബോളയൊക്കെ ഇട്ടിട്ട് നോക്കി ഇതേപോലെ നല്ലൊരു ഗോൾഡൻ കളർ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടാ. കറിവേപ്പില കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല. കറിവേപ്പില കൂടുന്തോറും ടേസ്റ്റ് കൂടുള്ളൂ കേട്ടാ കറിയില്. ഇനി നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ സമയത്ത് തീ കുറവിലാണ് വെച്ച് നോക്കണത്. മുളക് പൊടി ഇതാ 2 ടീസ്പൂണ് മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ മല്ലിപ്പൊടി നോക്കിയേ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ഇട്ടാ. കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ നമുക്കറിയാം എരിവൊന്നും ഉണ്ടാവില്ല, നല്ല കളർ കിട്ടാനും അതേപോലെ കൊഴുപ്പൊക്കെ കൂടും. അപ്പൊ ഞാനിതാ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ നമുക്ക് മഞ്ഞപ്പൊടി നോക്കിയാൽ 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് അതിലേക്ക് ഇതാ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി എന്താ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് പോണ വരുതാ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ ആ പച്ചക്കുത്തൊക്കെ ഇതാ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടാ. ഗരം മസാല നോക്കിയേ നല്ലോണം ഇതാ 1 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം നമ്മളിതാ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ഇതിലിപ്പോ ഇഞ്ചി പേസ്റ്റ് പറയുകയാണെങ്കിൽ 3 ടീസ്പൂണ്, പിന്നെ പച്ചമുളക് ഒരു 6 എണ്ണം, അതേപോലെ തന്നെ വെളുത്തുള്ളി 2 തുടം, പിന്നെ ഒരു 8 കതിര് വേപ്പില. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാട്ടാ. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിന്റെ ഒക്കെ ഒരു പച്ചക്കുത്ത് പോണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടാ. തീ കുറവിൽ തന്നെ ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയെ പിടിക്കും. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ പച്ചക്കുത്ത് പോയിട്ടുണ്ട് കേട്ടാ. കണ്ട കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഇതാ 3 സബോള നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുള്ളതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ കുറവിൽ തന്നെ വെച്ചോളൂ കേട്ടാ. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് സബോള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സബോളയൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ ഒരു 5 മിനിറ്റ് നേരം നമ്മളിത് വഴറ്റി കൊടുത്തപ്പോൾ നോക്കിയാൽ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി നമ്മൾ അതിലേക്ക് ഉണ്ടല്ലോ ഇതാ തക്കാളി 2 അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 തക്കാളി ആയിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
തക്കാളി ഒക്കെ ഇട്ടിട്ടാ ഏതാണ്ട് ഒരു മിനിറ്റ് നേരം മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടാ. തക്കാളിയൊക്കെ ഇട്ട് നോക്കിയേ നന്നായിട്ട് നമ്മളിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മള് ഇത് 1.5 കിലോ ബീഫാണ്, നന്നായി കഴുകി വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടാ. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ. ഉപ്പ് ഞാനിതാ 1 ടീസ്പൂണും ഒരു ഇത്തിരിയോളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നമ്മുടെ ബീഫുമിക്ക് നന്നായിട്ട് ആവേണ്ട പോലെ തന്നെ ഇളക്കി കൊടുത്തോളൂ. നോക്കിയേ ബീഫുമിക്ക് വെക്കിതാ മസാല നമ്മൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടല്ലോ ഇങ്ങനെ തന്നെ മൂടി വയ്ക്കാം. അധികം ചാറൊന്നും വേണമെങ്കിൽ ഇതേപോലെ തന്നെ മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. തന്നെ വെള്ളം കുറച്ച് വരും ഇട്ടാ ബീഫിലേക്ക്. അതല്ല കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം. അപ്പൊ ഞാനിതാ കുറച്ച് ചാറോടെയാണ് വെക്കണേ. അതിന് ഇത്തിരി നല്ലൊരു കുഴമ്പ് രീതിയിൽ. അപ്പൊ ഇതാ കുറച്ച് ചൂടുവെള്ളം ഇപ്പുറത്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിതാ കുറച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. ഏതാണ്ട് 1 ഗ്ലാസിന്റെ അവിടേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇതിലിടാം. കറിവേപ്പിലക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ കറിയില്. ഇനി നമുക്ക് മൂടി വയ്ക്കാം കേട്ടാ. അപ്പോൾ എൻ്റെ ഈ കുക്കറിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീ കൂട്ടി വെച്ചിട്ട് 1 വിസില്, അത് കഴിഞ്ഞ് തീ കുറവിൽ 2 വിസിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബീഫ് വെന്ത് കിട്ടാറുണ്ട്. അപ്പൊ എല്ലാ ബീഫും ഇത്രയും വേവ് അല്ലെങ്കിൽ ഇത്രയും വിസിൽ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടാ. അപ്പൊ അതനുസരിച്ചത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് വേവണ നേരം കൊണ്ട് നമ്മുടെ കൊള്ളിപ്പൂട്ടും കൂടി റെഡിയാക്കി എടുക്കാം. നമ്മളുണ്ടല്ലോ കൊള്ളിയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് 1/2 മണിക്കൂർ നേരം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഇതിലുണ്ടല്ലോ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ വെള്ളം ആദ്യം വെറുതെ ഞെക്കുമ്പോൾ തന്നെ നമുക്ക് കുറെ വെള്ളം കിട്ടും. ആ വെള്ളം പിഴിഞ്ഞ് കളയണം. അതിനുശേഷം പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടി കഴുകി നന്നായി പിഴിഞ്ഞെടുക്കണം കേട്ടാ. അപ്പൊ ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ നോക്കി വെള്ളം വരുന്നുണ്ട. ഇത് നന്നായിട്ട് പിഴിഞ്ഞ് തന്നെ കളഞ്ഞിരിക്കണം കേട്ടാ. തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ആദ്യം കൊള്ളിയിലത്തെ വെള്ളമാണ് നമ്മൾ ഇപ്പൊ പിഴിഞ്ഞ് കളയണേ. ഇതിന് ശേഷം നമ്മൾ ഇതൊന്നും കൂടി കഴുകി ഇതേപോലെ തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടാ. ഒരു വട്ടം തന്നെ പിഴിഞ്ഞപ്പോ നമ്മള് ഇതേപോലെ പോയി. ഇനി ഇത് ഞാൻ പറഞ്ഞു മറക്കരുത്, വീണ്ടും ഒന്ന് നന്നായിട്ട് വെള്ളത്തിലേക്ക് ഒഴിച്ച് കഴുകി ഇതേപോലെ തന്നെ പിഴിഞ്ഞ് എടുക്കണം. ഇനി ഞാൻ അതേപോലെ എല്ലാം ചെയ്തെടുക്കട്ടെ കേട്ടാ. നമ്മൾ നോക്കിയേ കണ്ട 1-2 വട്ടമൊക്കെ കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ. നല്ല ഒലർത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കട്ടകളൊക്കെ കൈകൊണ്ട് തന്നെ ഉടയ്ക്കണം കേട്ടോ. കാരണം നമ്മൾ പിഴിയുമ്പോൾ അത്രയും ബലം കൊടുത്തിട്ടല്ലേ പിഴിയണേ. അപ്പൊ അതിങ്ങനെ കട്ട പോലെ ഇരിക്കും. അതൊക്കെ ഇങ്ങനെ ഉലർത്തി എടുക്കണം കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ പുട്ടും കുമ്പ് അത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പൊ പുട്ടും കുമ്പത്തിലേക്ക് എപ്പോഴും വെള്ളം വെക്കുമ്പോൾ ഇത്തിരി കൂടുതൽ വെള്ളം വെച്ചു. അപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഏതാണ്ട് 3/4 പാത്രത്തോളം വെള്ളം ഒഴിക്കൂട്ടാ. കാരണം നമുക്ക് പുട്ടിന്റെ എണ്ണത്തിനനുസരിച്ചാണ് നമ്മൾ പാത്രത്തിൽ കൂടുതൽ വെള്ളം ഒഴിക്കണേ. ഇനിയിപ്പോ അതിൽ ആവി വരട്ടെ. നമ്മൾ വെള്ളമൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ആവി വന്നു തുടങ്ങിട്ടാ. സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ കുറച്ച് നാളികേരൊക്കെ ഇട്ട് പിന്നെ വീണ്ടും നാളികേരിടുക, വീണ്ടും നമ്മുടെ കൊള്ളിയിടുക, വീണ്ടും അതിൻ്റെ മുകളിൽ നാളികേരിടുക. നമുക്കിത് മൂടി വെച്ച് തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. പുട്ട് നമ്മൾ സാധാരണ പുട്ടൊക്കെ വേവിക്കലോ ആ ഒരു വേവന മതിയിട്ടാ. അപ്പൊ നന്നായിട്ട് അളച്ചൊന്ന് കുറച്ച് നേരം ഒരു ആവി വന്നാൽ മതി, പുട്ട് റെഡി. ഇപ്പൊ നമ്മുടെ കൊള്ളിപ്പുട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതാ ഒരു പ്ലേറ്റിലേക്ക് കുത്തി കൊടുക്കാം. എന്ത് രസമായിട്ടാ നോക്കിയേ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊള്ളിപ്പുട്ടൊക്കെ വേവാൻ അധികം സമയം വേണ്ടാന്ന്. പക്ഷെ ഓരോ കൊള്ളിക്ക് ഓരോ വേവ് ഉണ്ട് കേട്ടോ. അതനുസരിച്ച് ചിലപ്പോൾ വേവ് കൂടാം.
നമുക്കിപ്പോ നമ്മുടെ വീട്ടിലെ കൊള്ളിയായ കാരണം നമുക്കറിയാം ഇതിന്റെ വേവ് പെട്ടെന്ന് വേവണം, നല്ല കൊള്ളിയാണ്. അപ്പൊ ഇന്നത്തെ പോലെ തന്നെ ബാക്കി എല്ലാം ആക്കി എടുക്കട്ടെ കേട്ടാ. നമ്മുടെ നോക്കിയേ ലാസ്റ്റത്തെ പുട്ട് റെഡിയായി. 3 കുമ്പം പുട്ടായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോക്കണേ. ഒപ്പം തന്നെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. നോക്കിയേ, നമുക്ക് തുറന്നു നോക്കാം. കണ്ട എയറൊക്കെ പോയി, കാണുമ്പോ തന്നെ നോക്കിയ ഭംഗി. ഇതേപോലെ കേട്ടാ കഴിക്കാനായാലും അങ്ങനെ അതേ നല്ല ടേസ്റ്റ് ആണ്. നോക്കിയേ, നമുക്കൊന്ന് ഇളക്കി നോക്കട്ടെ. കണ്ട ഇതേപോലെ കേട്ടാ നല്ല എന്താ പറയാ, നല്ല കുഴമ്പനായിട്ടിരിക്കാന്ന് പറയില്ലേ, പുട്ടിലേക്കൊക്കെ ഈ ഒരു അളവ് മതിട്ടാ. അപ്പൊ ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷേട്ടനെ വിളിക്കട്ടെ കേട്ടാ. പ്രത്യേക ടേസ്റ്റ് ആട്ടാ, കൊള്ളിപ്പൂട്ടിന്റെ കൂടെ ബീഫ് കറിയും കൂടി ഇങ്ങനെ മുകളിലിട്ട് കഴിക്കാനായിട്ട്. ഓ, കാണുമ്പോ തന്നെ നോക്കിയോ എന്താ അന്തസ്. ചൂടാണ്. അടിപൊളി സാധനാട്ടത്, അത്ര രസാ. കപ്പപ്പൂട്ട്, കൊള്ളിപ്പൂട്ട്, ഞങ്ങൾ കൊള്ളിപ്പൂട്ട് എന്ന് പറയാട്ടാ. ഭയങ്കര ചൂട്. അവിടെ ഊതുമ്പോ ഞാനും ഊതണ്. അടിപൊളിയല്ലേ, നല്ല രസം കേട്ടാ, ഭയങ്കര ടേസ്റ്റാ. അപ്പൊ എല്ലാവരും നോക്കിയോളാം. കൊള്ളിയാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി സ്മിത കാട്ടിയമാതിരി തന്നെ ഇത്ര പെട്ടെന്ന് ആക്കാനും വെക്കാൻ പറ്റുന്നത്. അത് വല്ല ഗസ്റ്റുകളൊക്കെ വരുമ്പോഴേ നമുക്കൊരു വെറൈറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അവർക്ക്. ഇതിന്റെ കൂടെ ഒരു കട്ടൻ ചായ അടിപൊളിയാ. ഏത് സമയത്തും കൊടുക്കാം, എത്ര വലിയ ഗസ്റ്റ് വന്നാലും കൊടുക്കാട്ടത്. ഒക്കെ ഒരു വെറൈറ്റി ഇനി അത് നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ഇട്ടിട്ടാ.